ക്രൈസ്തവ സഭയുടെ ചരിത്രത്തിൽ സഹോദരന്മാർക്ക് സഭ കൊടുക്കുന്ന സ്ഥാനവും പ്രത്യേകാൽ മാർ ഗീവർഗീസ് സഹദായിക്ക് കൊടുക്കുന്ന സ്ഥാനവുമാണ്. ഇത് നമ്മുടെ കൊച്ചു കേരളത്തിൽ മാത്രമല്ല, അന്തർദേശീയ തലത്തിലും ഗീവർഗീസ് സഹദാ പരിശുദ്ധന്മാരിൽ അഗ്രഗണ്യനാണ്. ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ അറിയപ്പെടുന്ന വിശുദ്ധനാണ് സെൻറ്റ് ജോർജ്. അതുപോലെ കിഴക്കൻ ഓർത്തഡോക്സ് സഭകളിൽ സെർബിയയിലാണെങ്കിലും ഗ്രീസിലാണെങ്കിലും മറ്റ് രാജ്യങ്ങളിലാണെങ്കിലുമൊക്കെ മാർ ഗീവർഗീസ് സഹദായുടെ പെരുന്നാളിന് ഒരു പ്രത്യേകതയാണ് ഉള്ളത്. അതിന് കാരണം വിശ്വാസികളുടെ ഇടയിൽ മാതൃകാപരമായി ക്രിസ്തുവിനെ ഏറ്റുപറഞ്ഞ് ക്രിസ്തുവിന് വേണ്ടി ജീവൻ തൃണവൽഗണിച്ച ഒരു വിശുദ്ധനാണ് അദ്ദേഹം എന്നുള്ളതാണ്. 3-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഈ സഹദാ വാസ്തവത്തിൽ നാം അദ്ദേഹത്തിൻ്റെ ചരിത്രം വായിക്കുമ്പോൾ വിശുദ്ധ പദവിയിലേക്ക് വന്നത് അത്ഭുതമായി വേണം കരുതുവാൻ. റോമാ സാമ്രാജ്യത്തിൻ്റെ പട്ടാള മേധാവികളിൽ ഒരുവനായി ഒരു സോൾജിയറായി ജീവിച്ച ഒരാളാണ്. സാധാരണ നമ്മുടെ ഇടയിലൊക്കെ പട്ടാള സേവനത്തിന് പോകുന്നവർക്കൊക്കെ നമ്മൾ കുറച്ച് ഇളവുകളൊക്കെ നൽകാറുണ്ട് ആത്മീയ ജീവിതത്തെ സംബന്ധിച്ച് പറയുമ്പോൾ. കാരണം അവർ കാലാവസ്ഥയോട് പോരാടി നിൽക്കുന്നു, ശത്രുക്കളുടെ ഇടയിൽ പ്രവർത്തിക്കുന്നു, ഏതു നിമിഷവും ജീവൻ നഷ്ടപ്പെടാവുന്ന ഒരു രീതിയിലാണ് അവരുടെ ജീവിതം. അപ്പം അങ്ങനെയൊക്കെയുള്ള റോമാ സാമ്രാജ്യത്തിൻ്റെ പടയാളിയായിരുന്ന ഈ ചെറുപ്പക്കാരൻ സന്യാസ ആശ്രമങ്ങളിൽ കഴിയുന്ന വിശുദ്ധന്മാരെക്കാൾ പരമമായി യേശുക്രിസ്തുവിനെ കണ്ടു എന്നുള്ളതാണ് പ്രധാനമായ ഒരു സംഗതി. എന്ന് പറഞ്ഞാൽ ഏത് ജീവിത തുറയിലുള്ള ഒരാൾക്കും വിചാരിച്ചാൽ വിശുദ്ധനായി ജീവിക്കാം എന്നുള്ളതാണ്. പലപ്പോഴും നമ്മൾ വിശുദ്ധർ എന്ന് പറയുമ്പോൾ സന്യാസിമാരെയും മുനിമാരെയും വൈദികരെയും കന്യാസ്ത്രീകളെയും ഒക്കെ പ്രത്യേകിച്ച് അടയാളപ്പെടുത്തി വച്ചിരിക്കുകയാണ്. അവർക്കാണിത് കുറച്ചുകൂടെ എളുപ്പമായി സാധിക്കുക എന്നാണ് നമ്മുടെ വിചാരം. എന്നാൽ ജീവിതത്തിൻ്റെ പ്രവർത്തന മേഖല ഏതായിരുന്നാലും, അത് പട്ടാളമാകട്ടെ, സർക്കാർ ഉദ്യോഗമാകട്ടെ, കച്ചവടമാകട്ടെ, കൃഷിയാകട്ടെ, ഏത് തുറയിൽ ആണ് നമ്മൾ ജീവിക്കുന്നതെങ്കിലും വിചാരിച്ചാൽ നമുക്ക് ഒരു വിശുദ്ധനായി തീരാൻ സാധിക്കും എന്നുള്ളതാണ് ഗീവർഗീസ് സഹദാ നമുക്ക് നൽകുന്ന വലിയ സന്ദേശം. ആദിമസഭയിൽ എല്ലാ വിശ്വാസികളെയും വിശുദ്ധന്മാരെന്നാണ് വിളിച്ചിരുന്നത്. പൗലോസ് അപ്പോസ്തലൻ്റെ ലേഖനങ്ങൾ പരിശോധിച്ചാൽ നമുക്കറിയാം, മിക്കവാറും എല്ലാ ലേഖനങ്ങളും ആരംഭിക്കുന്നത് ഒരു പ്രദേശത്തെ വിശുദ്ധന്മാർക്ക് എഴുതുന്നത് എന്ന് പറഞ്ഞാണ്. അത് പ്രത്യേകിച്ച് വിശുദ്ധന്മാരായി പ്രഖ്യാപിക്കപ്പെട്ടവരെ അല്ല അവിടെ ഓർക്കുന്നത്. അവിടെ വിശുദ്ധൻ എന്ന് പറഞ്ഞാൽ വിശ്വാസി എന്നാണ്. വേറിട്ട ജീവിതം നയിക്കുന്ന ഒരാൾ, ലോകപ്രകാരം ഉള്ള താല്പര്യങ്ങളെക്കാൾ ഉപരിയായി ആത്മികമായ താല്പര്യങ്ങൾക്ക് മുൻതൂക്കം നൽകുന്ന ആളുകൾ. അതാണ് ഈ വാക്കുകൊണ്ട്, ഹഗിയോസ് എന്നുള്ള ഗ്രീക്ക് വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വേറിട്ട ജീവിത ശൈലിയുള്ള ആളുകൾ. അത് ആദിമസഭയിലെ എല്ലാ വിശ്വാസികളും തങ്ങളെ തന്നെ
ഓർമ്മിപ്പിച്ചിരുന്ന ഒരു സംഗതിയാണ്, വി ഡോണ്ട് ബിലോങ് ടു ദ വേൾഡ്. യേശുക്രിസ്തു തൻ്റെ 12 ശിഷ്യന്മാരെ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന മഹാപുരോഹിത പ്രാർത്ഥന നമുക്കറിയാം. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായം. അവിടെ ശ്രദ്ധേയമായ ഒരു വാക്യമുണ്ട്. ഇവരെ ഞാൻ ലോകത്തിൽ നിന്ന് വിളിച്ചിട്ടിരിക്കുന്നതെങ്കിലും ഇവർ ലോകത്തിനുള്ളവരല്ല. ഈവൻ ദോ ഐ ഹാവ് കോൾഡ് ദം ഔട്ട് ഓഫ് ദ വേൾഡ്, ദേ ഡോണ്ട് ബിലോങ് ടു ദ വേൾഡ്. ലോകത്തിൽ നിന്നാണ് അവരെ തിരഞ്ഞെടുത്തിരിക്കുന്നത്, ബട്ട് ദേ ഡോണ്ട് ബിലോങ് ടു ദ വേൾഡ്. ഇതാണ് ക്രൈസ്തവ വിശ്വാസികളുടെ അടിസ്ഥാന പ്രമാണം എന്ന് പറയുന്നത്. നമ്മളൊക്കെ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ധാരാളം പ്രതിബന്ധങ്ങളും പ്രതികൂലതകളും പ്രലോഭനങ്ങളും ഒക്കെ കടന്നു വരുന്നുണ്ട്. അവിടെയൊക്കെ നമ്മെ തന്നെ ഓർമ്മിപ്പിക്കേണ്ട ഒരു വലിയ സംഗതിയാണ്, ഞങ്ങൾ ലോകത്തിൽ ജീവിക്കുന്നെങ്കിലും ഞങ്ങളുടെ ആത്യന്തികമായ ലക്ഷ്യം ഈ ലോകത്തിലെ സൗഭാഗ്യമോ സുഖസൗകര്യങ്ങളോ നേട്ടങ്ങളോ അല്ല, മറിച്ച് പരലോകത്തിലെ നേട്ടമാണ് ഞങ്ങൾ പ്രാമുഖ്യം നൽകുന്ന സംഗതി. അഗസ്തീനോസിൻ്റെ പുസ്തകമാണല്ലോ സിറ്റി ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ നഗരം. അദ്ദേഹം ഈ ലോകത്തെയും പരലോകത്തെയും 2 പട്ടണങ്ങൾ എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഇപ്പം ഈ പെരുന്നാളിൽ നമ്മൾ സംബന്ധിക്കുമ്പോൾ ആദ്യമായി ഓർക്കേണ്ട ഒരു സംഗതി, നമുക്കൊക്കെ ഒരു വിശുദ്ധനായി തീരാനുള്ള എല്ലാ പദവികളുമുണ്ട്, എല്ലാ സാഹചര്യങ്ങളുമുണ്ട്. പലപ്പോഴും യേശുക്രിസ്തുവിനെ മുൻനിർത്തി നമ്മൾ ജീവിക്കുന്നില്ല എന്നുള്ളതാണ് അതിന് തടസ്സമായി നിൽക്കുന്നത്. ഗീവർഗീസ് സഹദായുടെ ചരിത്രത്തിൽ അലക്സാന്ദ്രിയ രാജ്ഞിയെപ്പറ്റി നമ്മൾ വായിക്കുന്നുണ്ട്. അവിടെ ഒരു മഹാസർപ്പത്തെ കൊല്ലുന്ന സഹദായുടെ ചിത്രമാണല്ലോ നമ്മുടെയൊക്കെ മനസ്സിൽ ആഴമായി പതിഞ്ഞിരിക്കുന്നത്. നമ്മുടെയൊക്കെ മനസ്സിൽ ഞങ്ങളുടെ മുത്തൂറ്റ് പള്ളിയും ഗീവർഗീസ് സഹദായുടെ പേരിലുള്ള പള്ളിയാണ്. ഷിബുവച്ചനും ഞാനുമെല്ലാം അവിടുത്തെ അംഗങ്ങളാണ്. അപ്പോൾ ചെറുപ്പം മുതൽ തന്നെ മനസ്സിൽ പതിഞ്ഞിരിക്കുന്ന ഒരു ചിത്രം, യേശുക്രിസ്തു കഴിഞ്ഞാൽ പിന്നെ പതിഞ്ഞിരിക്കുന്ന ഒരു ചിത്രം, ഈ വെള്ള കുതിരപ്പുറത്തിരുന്ന് ഒരു ശൂലവുമായി മഹാസർപ്പത്തെ കൊല്ലുന്ന ഗീവർഗീസ് സഹദായുടെ ചിത്രമാണ്. അതിൻ്റെ പിറകിലെ ചരിത്രമാണ് ഒരു രാജകുമാരിയെ, വളരെ നിസ്സഹായയായി നിൽക്കുന്ന ഒരു പെൺകുട്ടിയെ രക്ഷിക്കുവാനായി ഈ സഹദ പെട്ടെന്ന് പ്രത്യക്ഷപ്പെടുന്നതും ആ മഹാസർപ്പത്തെ നിഗ്രഹിക്കുന്നതും. ഗീവർഗീസ് സഹദായുടെ പെരുന്നാളിൽ സംബന്ധിക്കുമ്പോൾ നമ്മുടെ എല്ലാം മനസ്സിലുമുള്ള പ്രധാന പ്രാർത്ഥന അതാണ്. പലപ്പോഴും ജീവിതത്തിൽ പ്രതിബന്ധങ്ങൾ വരുമ്പോൾ നമ്മളൊക്കെ കുരിശു വരച്ച് പ്രാർത്ഥിക്കും, സഹദ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വലിയ നമുക്ക് പരിഹരിക്കാനാവാത്ത പ്രശ്നങ്ങൾ വരുമ്പോൾ, വലിയ നെടുവീർപ്പുകൾ വരുമ്പോൾ, വലിയ മനോഭാരം വരുമ്പോൾ, നമ്മൾ സാമ്പത്തികമാകാം, ആരോഗ്യപരമാകാം, മക്കളെ ചൊല്ലിയാകാം, കുടുംബസമാധാനത്തിനാകാം, കാർഷിക കാര്യങ്ങൾക്കാകാം, കച്ചവട കാര്യങ്ങൾക്കാകാം, ഏതു കാര്യമായിരുന്നാലും നമ്മൾ നെഞ്ചത്ത് കൈവച്ച് പ്രാർത്ഥിക്കുന്ന ഒന്നാണ് ഗീവർഗീസ് സഹദ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന്. എൻ്റെ അനുഭവം പറഞ്ഞാൽ 99 അല്ല 100% ആ പ്രാർത്ഥനയ്ക്ക് ഫലമുണ്ടാവും. അത് നിങ്ങളും പ്രാർത്ഥിച്ച് നോക്കണം, കുഞ്ഞുങ്ങളൊക്കെ പ്രാർത്ഥിച്ച് പഠിക്കണം. ഗീവർഗീസ് സഹദായുടെ മധ്യസ്ഥത, സാമീപ്യം, സഹവാസം അത് നമുക്ക് ഒരു വലിയ പരിരക്ഷയാണ് നൽകുന്നത്. ഈ മഹാസർപ്പത്തെ കൊന്ന സഹദ നമുക്ക് നേരിടാൻ കഴിയാത്ത, നമ്മൾ വളരെ ബലഹീനരായി നിൽക്കുന്ന നിമിഷങ്ങളിൽ
നമ്മെ വന്ന് രക്ഷിക്കുന്നു. നമുക്ക് വേണ്ടി ദൈവകൃപയ്ക്കായി പരമകാരുണികനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ അപേക്ഷിക്കുന്നു എന്നുള്ളത് ഒരു വലിയ യാഥാർത്ഥ്യമാണ്. അത് ഒരിക്കലും നമ്മൾ മറന്നു പോകരുത്. അതുകൊണ്ടാണ് എടത്തുവ പള്ളിയിലായിരുന്നാലും പുതുപ്പള്ളിയിലായിരുന്നാലും ചന്ദനപ്പള്ളിയിലായിരുന്നാലും ഇപ്പോൾ കേരളത്തിൽ മാത്രമല്ല ഈ പള്ളികളൊക്കെ വിദേശത്തും ഈ രീതിയിൽ പെരുന്നാൾ ആഘോഷിക്കുന്നവരുണ്ട്. ചന്ദനപ്പള്ളിക്കാർ ലോകത്തിൽ എവിടെ പോയിരുന്നാലും ചെമ്പെടുപ്പും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നടത്തുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട്. എവിടെയായിരുന്നാലും അവർക്ക് ലഭ്യമായ സാഹചര്യത്തിൽ സഹതായിട്ട് പെരുന്നാൾ ആഘോഷിക്കും. അത് നമ്മൾ ശീലിച്ചു വന്നിരിക്കുന്ന ഒരു സംഗതിയാണ്. അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, നമ്മുടെ ജീവിതത്തിൽ തകർക്കപ്പെടേണ്ട സർപ്പങ്ങൾ ഏതൊക്കെയാണ്? നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ദോഷം ചെയ്യുന്ന, നമ്മെ നശിപ്പിക്കുന്ന മഹാസർപ്പങ്ങൾ ഏതൊക്കെയാണ്? ചൂടുകാലം കൂടിയപ്പോൾ നമ്മളൊക്കെ പേടിച്ചാണ് കഴിഞ്ഞത്. കാരണം എന്നും പത്രം വായിക്കുമ്പോൾ അവിടെ ഒരാളെ പാമ്പ് കടിച്ചു, ഇവിടെ ഒരാളെ പാമ്പ് കടിച്ചു. നമ്മളുമൊക്കെ വീട്ടിൽ എപ്പോഴും ഇങ്ങനെ ശ്രദ്ധയോടാണ് നിൽക്കുന്നത്. കാരണം ഇത് വളരെ, ഈ വിഷസർപ്പങ്ങൾ നമ്മളെ വളരെയധികം ദ്രോഹിക്കുന്നവയാണ്. വാസ്തവത്തിൽ അതിനെപ്പറ്റി അറിയാവുന്നവർ പറയുന്നത് സർപ്പങ്ങളൊന്നും ഇങ്ങോട്ട് വന്ന് ഉപദ്രവിക്കുകയല്ല, അതിന് നമ്മളെ പേടിയായതുകൊണ്ട് അതിനെ ഉപദ്രവിക്കാൻ ചെല്ലുമ്പോഴാണ് ആക്രമിക്കുന്നത് എന്നാണ്. എന്തുമാകട്ടെ, നമുക്ക് നശിപ്പിക്കപ്പെടേണ്ട മഹാസർപ്പങ്ങൾ, വിഷസർപ്പങ്ങൾ എന്തൊക്കെയാണ്? ഇന്നത്തെ ആധുനിക തലമുറയിൽ, പ്രത്യേകിച്ച് യുവജനങ്ങളുടെ ഇടയിൽ നശിപ്പിക്കപ്പെടേണ്ട ഒരു മഹാസർപ്പമാണ് ഈ മദ്യത്തോടും മയക്കുമരുന്നിനോടുമുള്ള വലിയ ആസക്തി. ഇത് ഈ അടുത്ത കാലത്തൊരു വിദേശി പറയുകയുണ്ടായി. കേരളത്തിൽ വന്നപ്പോൾ അദ്ദേഹം കണ്ട ഒരു കാഴ്ചയാണ്. ഇത്രമാത്രം ആളുകളിങ്ങനെ ക്യൂ നിന്ന് ഈ മദ്യം വാങ്ങിക്കുന്നത് എന്താണ്? അദ്ദേഹം എന്നോട് ചോദിച്ചു. അടുത്ത കാലത്ത് ഞാൻ ഒരു സമ്മേളനത്തിന് പോയപ്പോൾ അദ്ദേഹം കേരളത്തിൽ വന്നപ്പോൾ അദ്ദേഹം ശ്രദ്ധിച്ച ഒരു കാര്യമാണ്. ഇത്രമാത്രം എന്താണ് ഈ കേരളീയർ ഇത്രയും മദ്യമൊക്കെ കുടിക്കുന്നത്? അവരൊക്കെ അവരുടെ നാട്ടിൽ വേണ്ടി വന്നാൽ കടയിൽ കിട്ടുന്ന ഒരു കാര്യമാണ്. സൂപ്പർ മാർക്കറ്റിൽ ചെന്നാൽ കിട്ടും. എല്ലാവരുടെയും വീട്ടിലൊക്കെ അവർ സൂക്ഷിച്ചു വെക്കും. അതിഥികൾ വരുമ്പോൾ അല്പമൊക്കെ പങ്കുവെച്ച് അവരുടെ ബന്ധങ്ങളൊക്കെ പുതുക്കും. പക്ഷേ ഇങ്ങനെ ആരോഗ്യത്തെ നശിപ്പിക്കുന്ന, കുടുംബത്തെ നശിപ്പിക്കുന്ന മദ്യപാന ആസക്തി, മയക്കുമരുന്നിൻ്റെ ആസക്തി, ഇത് നമ്മുടെ ദേശത്തെ കാർന്നു തിന്നുകയാണ്, ഭാവിയെ നഷ്ടപ്പെടുത്തുകയാണ്. ഇന്ന് കേരളം നമ്മൾ അഭിമാനിക്കുന്നത് നമ്മുടെ ആളുകളൊക്കെ അഭ്യസ്തവിദ്യരും ബോധമുള്ളവരും ജീവിക്കാനായിട്ട് പഠിച്ചവരുമാണ് എന്നുള്ളതാണ്. പക്ഷേ ഈ പ്രവണത മുൻപോട്ട് പോയാൽ കുറച്ച് കഴിയുമ്പോൾ കേരളത്തിലെ ജനത ഈ മദ്യത്തിലും മയക്കുമരുന്നിലും ഉൾപ്പെട്ട് അവരുടെ ജീവിതം തന്നെ ഇല്ലാതെയായി പോകും. പല കുടുംബങ്ങളിലും ഭാര്യാഭർത്താക്കന്മാർ തമ്മിലുള്ള അലോഹ്യത്തിന് പ്രധാന കാരണം മദ്യാസക്തിയാണ്. ചിലരൊക്കെ പറയുന്നത് ഇപ്പോൾ ചില വീടുകളിലൊക്കെ പുരുഷന്മാരെക്കാൾ കൂടുതൽ താല്പര്യം ഇതിനോടുള്ളത് വനിതകൾക്കാണ് എന്നാണ്. ഹോസ്റ്റലുകളിലൊക്കെ ആൺകുട്ടികളെക്കാൾ കൂടുതൽ പെൺകുട്ടികൾക്കാണ് താല്പര്യമെന്ന് പറയുന്നു. ക്ലബ്ബുകളിൽ, നിശാ ക്ലബ്ബുകളിലൊക്കെ പെൺകുട്ടികളുടെ എണ്ണം കൂടി വരുന്നു ഈ മദ്യപാനാസക്തി മൂലം എന്നും കേട്ടുവരുന്നുണ്ട്. എന്തായിരുന്നാലും നമ്മുടെ ജീവിതത്തെ നശിപ്പിക്കുന്ന, പ്രാണനെ നശിപ്പിക്കാൻ നമ്മെ വെല്ലുവിളിക്കുന്ന ഈ മദ്യപാന ആസക്തിയിൽ നിന്ന് നമ്മൾ മോചിതരാകണം. ഗീവർഗീസ് സഹദാ, ഒരു പടയാളിയായ ഗീവർഗീസ് സഹദാ ഈ പെരുന്നാൾ നമ്മോട് ഉത്ബോധിപ്പിക്കുന്നതും അതാണ്. നാം ഈ ലോകത്തിലുള്ളവരല്ല, പരലോകത്തിനുള്ളവരായതുകൊണ്ട് ശരീരത്തിൻ്റെ വിശുദ്ധി കാത്തു സൂക്ഷിക്കണം, മനസ്സിൻ്റെ വിശുദ്ധി കാത്തു സൂക്ഷിക്കണം.
ആവശ്യമില്ലാത്ത ദുഷ്പ്രവണതകളിൽ നിന്ന് നാം മാറി നിൽക്കണം. നമ്മെ നശിപ്പിക്കുന്ന മറ്റ് ധാരാളം വിഷസർപ്പങ്ങളുണ്ട്. അനാവശ്യമായ മത്സരം, അത് അനേകം ദമ്പതിമാരെ വേർപിടിക്കുകയാണ്. ഏറ്റവും കൂടുതൽ ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു കത്തോലിക്ക പുരോഹിതനോട് ചോദിച്ചു, നിങ്ങളുടെ സഭയിൽ എങ്ങനെ ഇരിക്കുന്നു ഈ വിവാഹമോചനത്തിൻ്റെ കാര്യമൊക്കെ? അപ്പം അദ്ദേഹം പറഞ്ഞു, ഇപ്പം വന്ന് 65 പേരൊക്കെ ഒരു വർഷം വിവാഹമോചിതരാകും. ഞങ്ങൾ പിന്നെ ഇപ്പോൾ സ്റ്റിയറിംഗ് എന്ന് കൈവിട്ടിരിക്കുകയാണ്, വരുന്നവർക്ക് സർട്ടിഫിക്കറ്റ് കൊടുത്തു വിടുകയാണ്. ഞാൻ പറഞ്ഞു, നിങ്ങൾ എത്രയോ ഭാഗ്യവാന്മാരാണ്. പുണ്യശ്ലോകനായ പൗലോസ്തീയൻ ബാവ ഒരിക്കൽ പറഞ്ഞത്, ഒരു വർഷത്തിന് 365 ദിവസമേ ഉള്ളൂ. ഞാൻ ഇന്ന് 366ാമത്തെ വിവാഹമോചനം അനുവദിച്ചിരിക്കുകയാണെന്നാണ്. വളരെയധികം കൂടി വരുന്നു. നമ്മളൊക്കെ ബൈബിൾ വായിക്കുന്നുണ്ട്, നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട്, നമ്മളൊക്കെ പെരുന്നാൾ ആഘോഷിക്കുന്നുണ്ട്, നമ്മളൊക്കെ പള്ളിയിൽ വരുന്നുണ്ട്. പക്ഷെ ആത്യന്തികമായി കുടുംബ ഭദ്രത ഇല്ലാതെയായിരിക്കുന്നു. ഇതൊരു വലിയ വിഷസർപ്പമായി കരുതുകയും ഇതിനെ നിഗ്രഹിക്കുവാൻ, ഈ പ്രവണത ഇല്ലാതാക്കുവാൻ ഗീവർഗീസാദായുടെ മധ്യസ്ഥതയിൽ നമ്മൾ അഭയം പ്രാപിക്കുകയും ചെയ്യണം. വീണ്ടുമുണ്ട് നമ്മെ തോൽപ്പിക്കുന്ന, കീഴ്പ്പെടുത്തുന്ന വിഷസർപ്പങ്ങൾ വീണ്ടുമുണ്ട്. ധൂർത്തും ആർത്തിയും അതും ഏറി വരികയാണ്. ആഡംബരം, ധൂർത്ത്, ആവശ്യമില്ലാത്ത പണച്ചെലവുകൾ, ഇതും ഒരു വിഷസർപ്പമായി കരുതണം. ഈ വർഷം ഏതായിരുന്നാലും തൃശ്ശൂർ പൂരത്തിൻ്റെ വെടിക്കെട്ട് ഇല്ലാതെയായത് എല്ലാവർക്കും ഒരു മാതൃകയായി. ഏറ്റവും മുൻപിൽ അതിനോട് അനുഭാവം പുലർത്തി പള്ളികളിൽ വെടിക്കെട്ട് വേണ്ട എന്നാദ്യമേ പറഞ്ഞത് നമ്മുടെ പരിശുദ്ധ കാതോലിക്ക ബാവയാണ്. വെടിക്കെട്ട് കൊണ്ട് ഒരു പരിശുദ്ധനെയും പ്രീതിപ്പെടുത്താൻ പറ്റുകയില്ല. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ അതായിരുന്നു. അത് കേട്ടതോടെ വലിയ പള്ളികൾ തുടങ്ങി ചെറിയ പള്ളികൾ വരെ അതിൽ നിന്ന് മാറി നിൽക്കുകയാണ്. നമ്മുടെ നാടിൻ്റെ ഒരു നന്മ അതാണ്. തൃശ്ശൂർ പൂരം ഒരു ക്ഷേത്രത്തെ കേന്ദ്രീകരിച്ചുള്ളതാണ്, മറ്റൊരു മതത്തിൻ്റെതാണ്. പക്ഷേ അവിടെ കൊല്ലപ്പെട്ടത് മനുഷ്യരാണ്. അവർ ദൈവസൃഷ്ടികളാണ്, ദൈവത്തിൻ്റെ രൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്. അവർക്ക് കുടുംബമുണ്ട്, ഭാര്യമാരുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്, കൊച്ചുമക്കളുണ്ട്. അനാഥമായ ആ കുടുംബങ്ങൾ അനുഭവിക്കുന്ന വേദന മലങ്കര ഓർത്തഡോക്സ് സഭയും പങ്കുവയ്ക്കുന്നു. ഇവിടെ ജാതി മത ഭേദമില്ല. അനേകം ആളുകൾ ജാതിയുടെ പേരിലും മതത്തിൻ്റെ പേരിലും എല്ലാവരെയും ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്ന വിഷസർപ്പങ്ങൾ നമ്മുടെ ഇടയിലുണ്ട്. ചിലരുടെയൊക്കെ നാവ് തന്നെ വലിയ വിഷമാണ് പുറത്തേക്ക് വമിക്കുന്നത്. പക്ഷേ കാര്യത്തോടടുക്കുമ്പോൾ കേരളീയർ, മലയാളികൾ, പ്രത്യേകിച്ച് ക്രൈസ്തവർ എല്ലാ മതങ്ങളെയും മാനിക്കുന്നു, എല്ലാവരുടെയും വേദന പങ്കുവയ്ക്കുന്നു, എല്ലാവരുടെയും ഇല്ലായ്മകൾ പങ്കുവയ്ക്കുന്നു എന്നുള്ളതാണ്. ഞാൻ എൻ്റെ വാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല. ദൈവത്തിൻ്റെ കൃപയാൽ കാലാവസ്ഥയൊക്കെ മെച്ചപ്പെട്ട് വരികയാണ്. അതുകൊണ്ട് ഈ ഒരു സംഗതി, നമ്മുടെ ആഡംബരം, നമ്മുടെ ധൂർത്ത്, നമ്മുടെ ആർത്തി, ഇതൊക്കെയും നമ്മൾ ഇല്ലാതെയാക്കണം. ഞാനൊരു 10 ദിവസങ്ങൾക്ക് മുൻപ് വെസ്റ്റ് ഇൻഡീസിലെ ജമൈക്ക എന്ന് പറയുന്ന ദ്വീപിലായിരുന്നു. വേൾഡ് കൗൺസിൽ ഓഫ് ചർച്ചസിൻ്റെ ഒരു സമിതിയുണ്ട്, കമ്മീഷൻ ഫോർ വേൾഡ് മിഷൻ ആൻഡ് ഇവാഞ്ചലിസം. 350 സഭാംഗങ്ങളാണ് WCCക്ക് ഉള്ളത്, അഖില ലോക ക്രൈസ്തവ കൗൺസിലിൽ. അതിൽ 30 പേരടങ്ങുന്ന ഒരു കൊച്ചു സംഘമാണ് ഈ കമ്മീഷൻ ഫോർ വേൾഡ് മിഷൻ ആൻഡ് ഇവാഞ്ചലിസം. ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നുള്ള ആളുകളുണ്ട്. ഭാരതത്തിൽ നിന്ന് ദൈവകൃപയാൽ ബലഹീനനായ എനിക്കതിൽ പങ്കെടുക്കാൻ പറ്റി. മറ്റാരെയും ഇന്ത്യയിൽ നിന്ന് കണ്ടില്ല. ഈ ജമൈക്ക, നമുക്കൊക്കെ ജമൈക്കയും വെസ്റ്റ് ഇൻഡീസും അറിയാം. ക്രിക്കറ്റ് അറിയാവുന്നവർക്ക് പ്രത്യേകിച്ച് അറിയാം. പഴയ ഫാസ്റ്റ് ബൗളേഴ്സ് ആൻഡി റോബർട്ട്സും
ജോയൽ ഗാർണറും അതുപോലെ കോർട്ട്നി വാൾഷും ഒക്കെ യുവ ജനങ്ങൾക്ക് പരിചയമുള്ള പേരുകളാണ്. നമ്മളൊക്കെ അന്നൊക്കെ ഇന്ത്യൻ ബാറ്റ്സ്മാൻമാർ ഇങ്ങേ അറ്റത്ത് നിൽക്കുന്നത് ഭയപ്പെട്ടുകൊണ്ടാണ്. അത്ര വലിയ അതികായന്മാരായ ആളുകൾ, വലിയ സ്പീഡിൽ ബോൾ എറിയുന്നവരാണ്. അവരുടെ നാടാണ് വെസ്റ്റ് ഇൻഡീസ് എന്ന് പറയുന്നത്. വെസ്റ്റ് ഇൻഡീസിലെ യൂണിവേഴ്സിറ്റി ഓഫ് വെസ്റ്റ് ഇൻഡീസിൻ്റെ ക്യാമ്പസിലാണ് ഞങ്ങളുടെ ഈ മീറ്റിംഗ് നടന്നത്. അവിടെ അധിവസിക്കുന്നത് മുഴുവൻ ഒരു കാലത്ത് യൂറോപ്യൻ സായിപ്പന്മാർ ആഫ്രിക്കയിൽ നിന്ന് അടിമകളായി കൊണ്ടുപോയ ആളുകളുടെ പിൻതലമുറക്കാരാണ്. അടിമത്തം ഒരു കാലത്ത് ആഫ്രിക്കയിൽ ധാരാളം ആളുകളെ അടിമകളായി പലയിടങ്ങളിലും കൊണ്ടുപോയിട്ടുണ്ട്. അത് ജമൈക്ക ആയിരുന്നാലും, അതുപോലുള്ള ദ്വീപുകൾ, അതുപോലെ ക്യൂബ ആയിരുന്നാലും, പനാമ ആയിരുന്നാലും, അവിടെ സെൻട്രൽ അമേരിക്കൻ ദ്വീപുകളിലെല്ലാം ഉണ്ട്. അതിനെപ്പറ്റിയൊക്കെ ഒരു നോവലുണ്ട്, റൂട്ട്സ് എന്ന് പറഞ്ഞൊരു നോവലുണ്ട്. അതിൽ പറയുന്നത് ഇങ്ങനെ വല വീശിയിട്ട് വലയ്ക്കകത്ത് വീഴുന്നവരെ എല്ലാം നമ്മൾ മീൻ പിടിക്കുന്നത് പോലെ മനുഷ്യരെ പിടിച്ച് ചങ്ങലയിട്ട് അടിമകളായി കൊണ്ടുപോകുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ അധിവസിക്കുന്ന ആളുകൾ അവരുടെ വേദനകളൊക്കെ പങ്കുവയ്ക്കുകയുണ്ടായി. പ്രത്യേകിച്ച് ഈ പ്രകൃതിക്ഷോഭം അവരെ നിരന്തരമായി ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ഒക്ടോബർ 28 ഒരു വലിയ ചുഴലിക്കാറ്റ് ആ പ്രദേശത്തെ ബാധിച്ചു. മെലീസ എന്നാണ് അതിൻ്റെ പേര്. എന്താണെന്നറിയില്ല. ഈ കൊടുങ്കാറ്റിനും ചുഴലിക്കാറ്റിനുമൊക്കെ സുന്ദരിമാരായ പെൺകുട്ടികളുടെ പേരുകളാണ്. മെലീസ 2025 90,000 ആളുകൾക്കാണ് വീട് നഷ്ടപ്പെട്ടത്. 90,000 ആളുകൾക്ക് അവരുടെ കൃഷിയിടങ്ങൾ, അവരുടെ മൃഗങ്ങൾ, അവരുടെ വീടുകൾ, അവരുടെ സമ്പത്തുകൾ. ഞാനവിടെ പറഞ്ഞു, നമ്മുടെ വയനാട്ടിലെ 2 ടൗൺഷിപ്പുകൾ ഒലിച്ചു പോയ കാര്യമൊക്കെ പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു അത് ഇത്രയ്ക്കെത്രയല്ല ഉള്ളോ, ഞങ്ങളുടേത് അതിൽ എത്രയോ ഭീകരമാണ്. കാലാവസ്ഥയ്ക്ക് മാറ്റം വരുന്നു, പ്രകൃതി ദുരന്തമുണ്ടാവുന്നു. ഞാൻ മുമ്പേ പറഞ്ഞ ഈ ആർത്തി കൊണ്ട് മനുഷ്യൻ പ്രകൃതിയെ മുഴുവൻ ചൂഷണം ചെയ്യുകയാണ്. അത് പെട്രോളാകാം, അത് ധാതു സമ്പത്തുകളാകാം, അലുമിനിയം ആകാം, സ്റ്റീലാകാം, കോപ്പറാകാം, ഇതെല്ലാം വാരിയെടുക്കുകയാണ്. അടുത്ത തലമുറയ്ക്ക് അല്ലെങ്കിൽ വരാൻ പോകുന്ന തലമുറകൾക്ക് ഈ വസ്തുക്കളൊക്കെ അവിടെ സൂക്ഷിച്ചു വയ്ക്കാതെ ഇപ്പം തന്നെ ഞങ്ങളിതെല്ലാം വാരിയെടുത്ത് സമ്പന്നരാകും എന്ന് വിചാരിക്കുന്ന ആളുകളുടെ എണ്ണമാണ് കൂടി വരുന്നത്. അത് അമേരിക്കൻ പ്രസിഡൻറ്റും അമേരിക്കൻ ഭരണകൂടം മൊത്തം അതിൽ യോജിക്കുന്നില്ലെങ്കിലും അവരാണിപ്പോൾ അതിന് മുൻപന്തിയിൽ നിൽക്കുന്നത്. ഒരു വശത്ത് ബൈബിള് കൈ പിടിക്കും, മറുവശത്ത് രാഷ്ട്രങ്ങളെ പിടിച്ചടക്കും, മറുവശത്ത് മനുഷ്യരെ കൊല്ലുന്ന മിസൈലുകൾ അയക്കുന്നു എന്നും ബൈബിള് വായിക്കുന്നുണ്ട്. രാവിലെയും വൈകിട്ടും ബൈബിള് വായിക്കും. വേദവാക്യമെല്ലാം കാണാപ്പാടമാണ്. പക്ഷെ പ്രവൃത്തി വരുമ്പോഴത്തേക്കും എനിക്കെല്ലാം കീഴ്പ്പെടുത്തണം, ഞങ്ങൾക്ക് ലോകത്തിലുള്ളതെല്ലാം കീഴ്പ്പെടുത്തണം എന്നുള്ള ഈ പാശ്ചാത്യ കൊളോണിയൽ ഭരണകൂടങ്ങളുടെ പ്രവണത തികച്ചും അക്രൈസ്തവമാണ്, തികച്ചും അനാത്മീയമാണ്, ആത്മീയത ഒട്ടുമില്ലാത്തതാണ്. അതുകൊണ്ട് ബൈബിൾ വായിച്ചുകൊണ്ട് മാത്രമായില്ല. അവിടെയുള്ള ആളുകളൊക്കെ പറയുന്ന ആഫ്രിക്കൻ രാജ്യങ്ങളിൽ സായിപ്പന്മാർ വന്നപ്പോൾ ഞങ്ങൾക്ക് കൃഷിഭൂമി ഉണ്ടായിരുന്നു, അവർ ബൈബിളുമായിട്ട് വന്നു, ഞങ്ങളോട് കണ്ണടച്ച് പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. പ്രാർത്ഥിച്ചു കഴിഞ്ഞ് കണ്ണ് തുറന്നപ്പോൾ ഞങ്ങൾക്ക് ബൈബിളും കിട്ടി, ഞങ്ങളുടെ സ്ഥലങ്ങളെല്ലാം അവർക്കും കിട്ടി. അതുകൊണ്ട് അവർക്ക് ഈ മിഷൻ എന്നുള്ള വാക്കിനോട് തന്നെ ഒരു വലിയ അവേർഷനാണ്. കൊള്ളയിടുന്ന ഭരണകൂടങ്ങൾ ആ പ്രദേശത്ത് നിന്ന് വരുന്ന മിഷനറിമാരോട് തന്നെ വിരോധമാണ്. ഞാനവരോട് പറഞ്ഞു, ഈ മിഷനറിമാരൊക്കെ നല്ല മനുഷ്യരാണ്, അവരാരും നിങ്ങളുടെ ഒന്നും കൊള്ളയടിച്ച് കൊണ്ടുപോയിട്ടില്ല. പക്ഷേ അവരുടെ കൂടെ വന്ന രാഷ്ട്രീയ പ്രഭുക്കന്മാരും ഭരണകൂടങ്ങളുമാണ്
ഈ നാശമെല്ലാം വിതറിയിരിക്കുന്നത്. അപ്പം ഈ ഒരു പ്രവണത, എനിക്കെല്ലാം വാരിയെടുക്കണം, എനിക്കെല്ലാം കോരിയെടുക്കണം, എനിക്കെല്ലാം നേടിയെടുക്കണം, മറ്റുള്ളവർ എങ്ങനെയും ജീവിക്കട്ടെ എന്നുള്ള പ്രവണത ആത്മീയതയെ വളരെയധികം നശിപ്പിക്കുന്ന ഒന്നാണ്. ഗീവർഗീസ് സഹദായിക്ക് വേണമെങ്കിൽ അന്നത്തെ റോമൻ ദേവതമാരെ ആരാധിച്ച് റോമൻ ഭരണകൂടത്തെ പ്രീതിപ്പെടുത്തി ഉന്നതമായ സ്ഥാനങ്ങളൊക്കെ നേടിയെടുക്കാമായിരുന്നു. ധാരാളം മെഡലുകളും സ്ഥാനങ്ങളുമൊക്കെ കിട്ടിയേനെ. പക്ഷേ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ യേശു ക്രിസ്തുവായിരുന്നു പരമപ്രധാനമായിട്ടുണ്ടായത്. അതുകൊണ്ട് ഈ ഒരു പെരുന്നാൾ ആഘോഷത്തിലൂടെ, ഈ റാസയിലൂടെ, ഈ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നതിലൂടെ, അനുഭവിക്കുന്നതിലൂടെ നമ്മുടെ ഉള്ളിൽ വളർന്നു വരേണ്ട ഒരു പുതിയ ആത്മീയതയുണ്ട്. ആത്മീയതയെപ്പറ്റി പുതിയൊരു കാഴ്ചപ്പാട് നമുക്കുണ്ടാവണം. നമ്മുടെ ദിശാബോധം ഒന്ന് മാറണം. കേവലം ഒരു വാർഷിക പരിപാടിയായി നമ്മുടെ പെരുന്നാൾ അവശേഷിക്കാതെ, അധപ്പതിക്കാതെ, ഓരോ പെരുന്നാൾ ആഘോഷത്തിലും കൂടെ നാം ഒന്നുകൂടെ മെച്ചപ്പെട്ട ആത്മീയ ജീവിതത്തിലേക്ക് കടന്നു വരണം. എങ്കിൽ മാത്രമേ ഇതുകൊണ്ടൊക്കെ പ്രാധാന്യമുള്ളൂ. നമുക്കറിയാം, ഗീവർഗീസ് സഹദായുടെ നാമത്തിലുള്ള റാസ നമ്മുടെ വഴികളിൽ കൂടെ പോകുമ്പോൾ എന്ത് ഭക്തിയോടെയാണ് നമ്മളതിനെ സ്വീകരിക്കുന്നത്. സഹദായുടെ പടം വെച്ച് വിരിച്ച് തിരികൾ കത്തിച്ച് വയ്ക്കുമ്പോൾ നമ്മുടെ വിശ്വാസം ഈ റാസ കടന്നുപോയി കഴിയുമ്പോൾ ഈ സഹദായുടെ ഒരു അനുഗ്രഹം എൻ്റെ ഭവനത്തിലും ലഭിക്കുന്നു. എൻ്റെ ഭവനത്തിൻ്റെ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരകനായി ഗീവർഗീസ് സഹദായുടെ സാന്നിധ്യം എനിക്ക് ലഭിക്കുന്നു. ഞാൻ സമർപ്പിക്കുന്ന നേർച്ച കാഴ്ചകൾ കൊണ്ട് ഗീവർഗീസ് സഹദായിക്ക് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് വേണ്ടിയാണ് ഞാൻ സമർപ്പിക്കുന്നത് എന്നൊക്കെയുള്ള വിചാരമുണ്ടാവണം. ഈ പള്ളികളിലൊക്കെ തടിച്ചുകൂടുന്ന ആളുകളിൽ ധാരാളം അക്രൈസ്തവരുണ്ട്. തിരുവല്ല പാലിയക്കര പള്ളിയിൽ ചെന്നാൽ അറിയാം, ആൽബിനച്ഛന് അവിടുത്തെ റാസ കണ്ടിട്ടാണ് ഇപ്പം വന്നത്. അച്ഛൻ പറയുന്നത് എന്തുമാത്രം ജനങ്ങളാണ്, എല്ലാവരും ഭക്തിയോടെ സംബന്ധിക്കുന്നു. അത് പിറ്റേ ദിവസം അത് മറന്നു പോകരുത്. അടുത്ത ദിവസം അത് വിസ്മരിച്ച് നമ്മുടെ ജീവിതം വീണ്ടും പഴയ ഗതിയിലാകി പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. നീതിമാനെന്ന് വെച്ച് നീതിമാനെ ബഹുമാനിക്കുന്നവന് നീതിമാന്റെ പ്രതിഫലം ലഭിക്കും എന്ന് അരുളി ചെയ്തത് നമ്മുടെ കർത്താവാണ്. ഈ സഹോദരന്മാരൊക്കെ കോടതികളിലും ജഡ്ജിമാരുടെ മുൻപിലും ജയിലുകളിലുമൊക്കെ നിലനിൽക്കേണ്ടി വരും എന്നുള്ള ഒരു പ്രവചനം തന്നെയാണ് ഇന്നത്തെ ഏവൻഗേലിയനിലൂടെ കർത്താവ് അരുളി ചെയ്തത്. അവർ നിങ്ങളെ ദ്വേഷിക്കും, അവർ നിങ്ങളെ തടവിലാക്കും, നിങ്ങളെ കൊല്ലുന്നത് നന്മയായിട്ട് കരുതും. അപ്പൻ മക്കളോടും മക്കള് അമ്മയപ്പന്മാരോടുമൊക്കെ എതിർക്കും. നമ്മൾ വായിക്കുമ്പോൾ വിചാരിക്കും, എന്തിനാണ് ഈ പെരുന്നാളിന് ഇതൊക്കെ വായിക്കുന്നത്? അവിടെ പറയുന്നത് വിശ്വാസത്തെ പ്രതി ഒരു കുടുംബത്തിൽ തന്നെ സംവാദങ്ങളുണ്ടാവും. പഴയ വിശ്വാസത്തിൽ, പുരാതന വിശ്വാസത്തിൽ മറ്റാരാധനകളിൽ ഉൾപ്പെടുന്നത് അപ്പനാണെങ്കിൽ മക്കൾ അപ്പനുമായി തർക്കിക്കും. ഇത് പോരാ, നമുക്ക് യേശുക്രിസ്തുവിനെ സ്വീകരിക്കണം. യേശുക്രിസ്തു നമുക്ക് വേണ്ടി ജീവൻ ബലിയർപ്പിച്ച ദൈവപുത്രനാണ്. കുരിശന്മേൽ തറയ്ക്കപ്പെട്ട യേശുക്രിസ്തു നമ്മുടെ പാപങ്ങൾ വഹിച്ചുകൊണ്ട് കുരിശന്മേൽ കയറിയവനാണ് എന്ന് പറഞ്ഞ് മക്കള് അപ്പനോട് വാദിക്കും. ഇനി അതല്ല, അപ്പനും അമ്മയും ക്രൈസ്തവ വിശ്വാസത്തിലും മക്കൾ അതിലല്ലാത്തവരുമാണെങ്കിൽ അവർ മക്കളെ ഗുണദോഷിക്കും. ഭാര്യ ഭർത്താവിനോടും ഭർത്താവ് ഭാര്യയോടുമൊക്കെ ഭിന്നിക്കും എന്ന് പറയുന്നത് വേദശാസ്ത്രപരമായ ആത്മികമായ സംവാദത്തെയും ഭിന്നതകളെയും പറ്റിയാണ്.